വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മുടെ പേളി മാണിയുടെ സ്മൂത്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കണ്ടത്. അപ്പോൾ പിന്നെ ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ റെഡി ആയാലോ. ഇതാ നേരെ അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്കും നല്ല കൂരിക്കറി തിളയ്ക്കുന്നു ഗൈസ്. കൂരിക്കറി നൊട്ടിയായിട്ട് അച്ഛൻ പോകുന്നു. അത് കണ്ട് വിഷമത്തിൽ നേരെ ഓട്സ് എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. റോൾഡ് ഓട്സ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 2 പേർക്ക് കഴിക്കാനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് പാല് വേണം. പാലും അതുപോലെ തന്നെ 1/4 കപ്പ്. ആ അളവിൽ തന്നെ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് നേരെ നമുക്ക് അത് ചൂടാക്കാനായിട്ട്. എല്ലാവരും തണുത്താണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ചൂടാക്കി എടുക്കുകയാണ്. നമുക്ക് തൊണ്ടവേനയൊക്കെ എടുക്കുമല്ലോ, അതുകൊണ്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മാങ്ങ നന്നായിട്ട് ചെറുതായിട്ട് കുനുകുന അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനുള്ള എളുപ്പത്തിന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ നമ്മളിവിടെ മാതളം എടുക്കുന്നുണ്ട്, നമ്മളൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. പിന്നെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് മാതളം നല്ല ബെസ്റ്റാണ്. ഹെൽത്തി ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ബ്രേക്ക്ഫാസ്റ്റിന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ഒരു ഈവനിങ്ങിൽ നമ്മൾ ഫ്രിഡ്ജിലോട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് കയറ്റുവാണെങ്കിൽ രാവിലെ നമുക്കിതെല്ലാം എടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. ഇപ്പം നമ്മൾ ഈവനിങ്ങിൽ സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രാവിലെ തന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതെല്ലാം അടർത്തി എല്ലാം എടുത്ത് വെക്കാം. ആക്ച്വലി ഇതിൻ്റെ പകുതി മതി. ഞാൻ പിന്നെ ഇതിങ്ങനെ അടർത്തി എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. നാളെ യൂസ് ചെയ്യാമല്ലോ. പിന്നെ സ്മൂത്തിലൂടെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഇത് കടിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ലതായിട്ട് ടേസ്റ്റി ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ മാതളത്തിൻ്റെ തന്നെ ചൂസ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ഓട്സ് മിക്സിയിൽ നിന്ന് കറക്റ്റ് എടുത്തുകൊണ്ട് വരാം. അതിനോടൊപ്പം നമുക്ക് മിൽക്ക്, നമ്മൾ തണുപ്പിച്ച് വെച്ച മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പേര് പോലെ തന്നെ ഈശ്വര പച്ചയാണല്ലോ, വാങ്ങിക്കുമ്പോൾ അപ്പോൾ പഴുത്ത് നോക്കി വാങ്ങുക. അങ്ങനെ അതൊന്ന് കറക്കി എടുത്തുകൊണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴം ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് ഒരു ടേസ്റ്റ് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സ്, നമ്മുടെ മാതളം എല്ലാം കൂടെ നമുക്ക് ഡെക്കറേഷനായിട്ട്. ഇത് ഞാൻ ഇതിലിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഓട്സിന് പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊന്ന് മധുരമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് തേനും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഒരു മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പം നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡിയായി സെറ്റായിട്ടിരിക്കുകയാണ് ഗൈസ്. പേളിമാണി ഉണ്ടാക്കിയത് അത്രയും വരത്തില്ലെങ്കിലും നമ്മുടെ സ്മൂത്തി കാണാൻ ഇത്തിരി ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ വെച്ച് ഭംഗിയായിട്ടുണ്ട്. കഴിച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കൊരു ഹെൽത്തി ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് റോൾഡ് ഓട്സിൻ്റെ സ്മൂത്തി തന്നെ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.